गिरिवरधारी जय गोपी जनवल्लभा गिरिवरधारी यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीरावनचारी यमुना तीरावनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण हरे 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 राम 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 हरे हरे जय राधा माधव राधे जय यशोदानंदन जय दामोदरा यशोदानंदन जय दामोदर जय जगन्नाथ जय जगन्नाथ जय बलदेवा जय सुभद्रमय गौरानिताय 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 जय गौरानिताय जय कृष्ण बलराम जय कृष्ण बलराम जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव जय श्री श्री राधा माधव की जय श्री श्री जगन्नाथ बलदेव सुभद्रा महारानी की जय श्री श्री रुक्मिणी द्वारकाधीश की जय आनंद कोटि वैष्णव की श्रील प्रभुपाद की जय गौरव प्रेम ഹരേ കൃഷ്ണ പ്രഭു സന്മാജി ദണ്ഡവത് പ്രണാം നിത്യം ഭാഗവത സേവയാണ് സത്സംഗത്തിലെ രാവിലത്തെ ഭാഗവത ശ്രവണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഹരേ കൃഷ്ണ ഓം നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ ഭഗവത്തെ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയാമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ മൂകം കരോതി വാചാലം പങ്കം ലംഘേതേ ഗിരിം യത്കൃപാദമുഹാമന്തേ ശ്രീഗുരം ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യായം ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 4 ശ്രീ നാരദ ആഗമനം ശ്ലോകം 8 ഇന്ന് എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ശ്രീമദ് ഭാഗവതം 1:4-8 സഗോദാഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേതിനാം അവക്ഷത്തെ മഹാഭാഗസ്തീതി കുർവം തദാശ്രമം സഗോദോഹന മാത്രം ഹി
സഗോ ദാഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേതിനാം അവക്ഷതേ മഹാഭാഗ അവക്ഷതേ മഹാഭാഗ കീർത്തികുർവം തദാശ്രമം കീർത്തികുർവം തദാശ്രമം സഗോദാഹന മാത്രം ഹി ഗൃഹമേതിനാം അവക്ഷതേ മഹാഭാഗ കീർത്തികുർവം തദാശ്രമം. Vivartanam and Bhavartam by His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada ki jai. അദ്ദേഹം ശുകദേവ് ഗോസ്വാമി ഗോദാഹന മാത്രം ഗോക്കളെ കറക്കുന്നതിന് ആവശ്യമായ സമയം മാത്രം നിശ്ചയമായും ഗൃഹേഷു ഭവനത്തിൽ ഗൃഹമേദിനാം ഗൃഹവാസികളുടെ അപേക്ഷത്തെ കാത്തു നിൽക്കുക. മഹാഭാഗ്യവാനായ തീർത്ഥയാത്ര കുർവൻ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തത് ആശ്രമം വസതി. വിവർത്തനം ഭവാർത്ഥം കേട്ട ഒരു പശുവിനെ കറക്കുന്നിടത്തോളം നേരം മാത്രമേ ശ്രീ ശുകദേവ് ഗോസ്വാമി ഒരു ഗൃഹസ്ഥ ആശ്രമിയുടെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുക പതിവുള്ളൂ. ഗൃഹം പരിശുദ്ധമാക്കാൻ മാത്രമാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്യുന്നത്. ഭാവാർത്ഥം ശ്രീ ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനെ കണ്ടുമുട്ടുകയും ശ്രീമദ് ഭാഗവതം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അരമണിക്കൂറിൽ കൂടുതൽ ഗോവിനെ കറക്കുന്ന സമയം ഒരു ഗൃഹസ്ഥാശ്രമിയുടെ വസതിയിൽ കാത്തു നിൽക്കുന്ന പതിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഭാഗ്യവാനായ ഏതെങ്കിലും ഗൃഹസ്ഥാശ്രമിയിൽ നിന്ന് മാത്രമേ അദ്ദേഹം ഭിക്ഷ സ്വീകരിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മംഗളകരമായ സാന്നിധ്യത്താൽ ആ ഭവനങ്ങൾ പവിത്രമാക്കപ്പെട്ടിരുന്നു. ആകയാൽ ശ്രീ ശുകദേവ് ഗോസ്വാമി അതീന്ദ്രിയ പദവിയിൽ സ്ഥിരീകൃതമാകയാൽ ശ്രീ ശുകദേവ് ഗോസ്വാമി സ്ഥിരീകൃതമായ ഉത്തമ പ്രാസംഗികനായിരുന്നു. പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചവരും ഭഗവത് സന്ദേശ പ്രചാരണത്തിന് സ്വജീവിതം സമർപ്പിച്ചവരും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും അതീന്ദ്രിയ വിജ്ഞാനത്താൽ ഗൃഹസ്ഥാശ്രമികളെ പ്രബുദ്ധരാക്കുക എന്നതൊഴികെ ഗൃഹസ്ഥാശ്രമിയുടെ രക്ഷയുടെ അധികാരം അവർക്കില്ല എന്ന് നിശ്ചയമായും മനസ്സിലാക്കുക. ഗൃഹസ്ഥാശ്രമിയിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന അത്തരം ഭിക്ഷ നിശ്ചയമായും ഗൃഹസ്ഥാശ്രമിയുടെ ഭവനത്തെ പവിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകണം. സന്യാസം സ്വീകരിച്ച ഒരാൾ നിശ്ചയമായും ഗൃഹസ്ഥാശ്രമിയുടെ ലൗകിക സമ്പത്തിന്റെ വശ്യതയിൽ പ്രലോഭിതനായി സാംസ്കാരിക വ്യക്തികളുടെ പാദസേവകനായി തീരരുത്. സന്യാസ ജീവിതം സ്വീകരിച്ച ഒരാൾ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് വിഷപാനം ചെയ്യുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ അത്യന്തം ആപത്കരമാണ്. ഓം തത്സത്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോവിശ്വം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപതാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗന രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാനിതാം ശാ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തേ സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ പ്രണമാമി. ഹരിപ്രിയ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ബുധരേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമിനേ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാവദിവ്യ ചവിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ശ്രീ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ശ്രീ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ശ്രീ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ഹരേ കൃഷ്ണ. പ്രഭു സന്മാജി ദണ്ഡവത് പ്രണാം. ഇന്ന് ഭഗവാന്റെയും കൃഷ്ണന്റെ ഭക്തന്മാരുടെയും കാരുണ്യത്താൽ ഒരു അവസരം ചർച്ച ചെയ്യുവാനായി ലഭിച്ചിരിക്കുന്നു. ഇതിന് ഞാൻ പൂർണ്ണമായും യോഗ്യനല്ല എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു. എന്നിരുന്നാലും എന്നാൽ കഴിയുന്ന വിധം ഞാൻ കേട്ടതും വായിച്ചതും വെച്ചിട്ട് ചർച്ച ചെയ്യാം. ഇത് ക്ലാസ് ആയിട്ട് ആരും എടുക്കരുത്, ചർച്ച എന്നേ ഞാൻ പറയുന്നുള്ളൂ. ചർച്ചയായിട്ടേ കൂട്ടാവൂ. ഇതിലെ കൂടുതൽ പോയിന്റ്സുകൾ അറിയാവുന്നവർ ദയവായി ഷെയർ ചെയ്ത് നമ്മളെയും ഉത്തേജിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.
ഈ ശ്ലോകത്തിൽ പറയുന്നത് ശുകദേവ് ഗോസ്വാമിയുടെ ജീവിത രീതികളിലെ ഒരു ചെറിയ ഘടകത്തെ കുറിച്ചാണ്. ഒരു സമയം അദ്ദേഹം എങ്ങനെയായിരിക്കും, അതായത് ഒരു പശുവിനെ കറക്കുന്നിടത്തോളം നേരം മാത്രമേ ശുകദേവ് ഗോസ്വാമി ഒരു ഗൃഹസ്ഥാശ്രമിയുടെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുക പതിവുള്ളൂ. ഗൃഹം പരിശുദ്ധമാക്കാൻ മാത്രമാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഒരു എങ്ങനെ പറയാ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഭക്തന്മാർ യഥാർത്ഥത്തിൽ, ഇല്ലെങ്കിൽ ശുദ്ധഭക്തന്മാർക്ക് ഈ ലോകത്തിൽ ഒന്നും തന്നെ ആവശ്യമില്ല. ഒന്നിനെയും ആശ്രയിച്ചുമല്ല അവർ നിൽക്കുന്നത്. അവരുടെ ജീവിതം പൂർണ്ണമായും കൃഷ്ണ കൃപയാലും കൃഷ്ണന്റെ മേൽനോട്ടത്തിലും കൃഷ്ണന്റെ സംരക്ഷണത്തിലുമാണ് മുന്നോട്ട് പോകുന്നത്. ആ അവസ്ഥയിൽ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അവർ ഒന്നിനെയും ആശ്രയിച്ചുകൊണ്ട് ആരുടെയും കീഴിൽ നിൽക്കാറില്ല. പക്ഷെ അവരിങ്ങനെ യാത്രക്കിടയിൽ ഇതുപോലെ ഈ പറഞ്ഞ എവിടെയെങ്കിലും ഒരു സഹായം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആവശ്യത്തിനായി വരുന്നത്, അത് ആ വീടിന് ഇല്ലെങ്കിൽ ആ ഗൃഹസ്ഥ ആശ്രമിക്ക് ഇല്ലെങ്കിൽ ഗൃഹസ്ഥന് ഏറ്റവും ഗുണം ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അത് ഭയങ്കര സത്യമാണ്. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, ഓരോരുത്തരുടെയും വീട്ടില് ശുദ്ധഭക്തന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു പഴയ വർഷങ്ങൾക്ക് മുന്നെയാണ്, ഏതാണ്ട് ഒരു 2006-7 കാലഘട്ടങ്ങളിലാണ് നമ്മളെ സച്ചിദാനന്ദ പ്രഭു എന്ന് പറഞ്ഞൊരു ഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്നായിരുന്നു. നമ്മൾ മഹാരാജന്റെ മുതിർന്ന ശിഷ്യനുള്ള ഒരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ ട്രിവാൻഡ്രം വരികയും ഗ്രേസ് പരിപൂർണ കൃഷ്ണദാസ് പ്രഭുവിന്റെ വീട്ടില് അന്ന് സ്റ്റേ ചെയ്യുകയും അദ്ദേഹം 2 ദിവസം 3 ദിവസം അവിടെ ഉണ്ടായി അവിടുത്തെ ഗൃഹവാസികളോടെല്ലാം അദ്ദേഹം കൃഷ്ണാഭവത്തെ കുറിച്ച് പറയുകയും കൃഷ്ണന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പ്രകീർത്തിക്കുകയൊക്കെ ചെയ്തു. ആശ്ചര്യം എന്ന് പറയട്ടെ, ആ ഒരു വിസിറ്റിന് ശേഷമാണ് ആ വീട്ടിലെ എല്ലാവരിലും കുറച്ചുകൂടി, മീൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് അവർ കൃഷ്ണനെ സ്വീകരിക്കുകയും കൃഷ്ണഭക്തിയിൽ കൂടുതൽ മുന്നേറാൻ ഒരു സാഹചര്യം, അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്തതായിട്ട് ഇപ്പോഴും ഓർക്കുന്നു. അതിന്റെ ഒരൊറ്റ കാരണം ഈ പറഞ്ഞ ഒരു ഭക്തന്റെ സാന്നിധ്യം, ആ വീട്ടിലെ പ്രസൻസ് തന്നെയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നമ്മൾ അനുഭവപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ഇതുപോലെ ഓരോ ശുദ്ധഭക്തന്മാരുടെയും സാന്നിധ്യം എവിടെയാണോ അവിടെ എല്ലാം പവിത്രീകരിക്കപ്പെടുന്നു. തൊമാരെ വൈഷ്ണവ ഠാക്കൂറിൽ ഒരു സോങ്ങിൽ പറയുന്നത്, തൊമാരെ ഹൃദയ സദാ ഗോവിന്ദ വിശ്രം. അതായത് ഒരു ഭക്തന്റെ ഹൃദയത്തിൽ എപ്പോഴുമേ ഗോവിന്ദൻ വിശ്രമിക്കുന്നു എന്നാ പറയും. അതുപോലെ ആ ഭക്തൻ എവിടെ പോയാലും അവിടെ എല്ലാം ഭഗവാനും ഉണ്ടാവും. അപ്പൊ ഒരു ഭക്തൻ ഒരിടത്ത് വരുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ കൂട്ടിക്കോളൂ, അദ്ദേഹത്തിന് കൂടെ ഭഗവാനും ഉണ്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ആ ഭക്തനെ സ്വീകരിക്കാൻ. ആ ഭക്തനെ ആ വീതം, അതായത് ഭഗവാന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റും മര്യാദയും കൊടുത്തു വേണം നമ്മൾ അവരെ വേണ്ട വിധം സ്വീകരിക്കാൻ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോരുത്. അപ്പം ഇവിടെ ശുകദേവ് ഗോസ്വാമിയുടെ കാര്യം നേരത്തെയൊക്കെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഏറ്റവും പ്യുവറസ്റ്റ് സോളാണ്. ഭഗവാന്റെ മായയിൽ വീഴത്തില്ല, മായ എന്നെ സ്വാധീനിക്കുകയില്ല എന്ന് വരപ്രസാദം കൈക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ ഭൂലോകത്ത് തന്നെ പുറത്തു വരുന്നത്. അത്രമാത്രം തപസ്വിയാണ്. ആ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്പർശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ദർശനം തന്നെ ഏറ്റവും പവിത്രമായിരുന്നു. ആ ഗൃഹസ്ഥൻ എല്ലാ വീട്ടിലും പോകില്ല. പർപ്പോട്ടിൽ പറയുന്നുണ്ട്, ഒരു ഗൃഹസ്ഥാശ്രമിയുടെയും വസതിയിൽ കാത്തു നിൽക്കുന്ന പതിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഭാഗ്യവാനായ ഏതെങ്കിലും ഗൃഹസ്ഥാശ്രമിയിൽ നിന്ന് മാത്രമേ അദ്ദേഹം ഭിക്ഷ സ്വീകരിച്ചു. അദ്ദേഹം ഭിക്ഷ എല്ലാ വീട്ടിലും പോയി എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ ആ ഒരു ഭാഗ്യശാലിയാണ് ആ ഗൃഹസ്ഥൻ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാ പറയുന്നത്, നമ്മള് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് പുണ്യം ചെയ്തിരുന്നു. പല നമ്മൾ അവിചാരികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമ്മൾ ആശ്ചര്യപ്പെടും, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെയാണ്. അവിടെയാണ് ഈ ഭഗവാന്റെയും ഭക്തന്മാരുടെയും കാരുണ്യം എന്ന് പറയുന്നത്. കാരണം കൃഷ്ണൻ ഗീതയിൽ എല്ലാ വിധത്തിലും ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം, എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ കൗണ്ടർ ചെയ്താലും കൃഷ്ണൻ അതിന് ഉത്തരം തരുന്നുണ്ട്. നമ്മൾ പാപിയാണെന്ന് പറഞ്ഞാൽ
നമ്മളിൽ ഒരുപാട് പാപങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ കൃഷ്ണൻ ഗീതയിൽ പറയുന്നു, അപിചേസു ദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സാ. അപ്പൊ എന്റെ പാപങ്ങളെല്ലാം തീരുമോ കൃഷ്ണ, മാം ചെയ്യോ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അപ്പൊ നമ്മൾ പറയും എനിക്ക് ബുദ്ധിയില്ല, അറിവില്ല. അപ്പൊ തേഷാമേവാനുകമ്പാതം അഹം അജ്ഞാനചം തമഹ നാശയാമി ആത്മഭാവസ്തു ജ്ഞാനദീപേന പശ്വത. ഞാൻ താഴ്ന്ന കുലത്തിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാം ഹി പാത്ര വിഭാഷയോ സ്ത്രീയോ ശൂദ്രോ യോന്യോ ആ ശ്ലോകത്തിൽ പറയുന്ന പോലെ അതിൽ നിന്നും അവർക്ക് മുന്നോട്ട് വരാം. ഇങ്ങനെ ഭഗവാൻ നമ്മളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലത്തും നമുക്ക് കൈതരാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഒരേ ഒരു കാര്യം, നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നുണ്ടല്ല. നമുക്ക് കൃഷ്ണ സാന്നിധ്യം എല്ലായിടത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ ചുറ്റും ചുമ്മാ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മാത്രം മതി ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ. നമ്മളിപ്പോ എല്ലാവരും രാവിലെ എഴുച്ചു മുതൽ നിൽക്കുന്നു, പോകുന്നു. നമുക്ക് ഏറ്റവും നമ്മളെ ബോഡിക്ക് മിനിമം വേണ്ടത്, ഏറ്റവും വേണ്ടത് എന്താ? ഓക്സിജൻ, എയർ. ഈ എയർ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആരും നേരെ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കത്തില്ല. അപ്പൊ ഈ എയറും കൃഷ്ണ കാരുണ്യമാണ്. വെള്ളം, വായു, അഗ്നി, ഇതെല്ലാം നമുക്ക് ചുറ്റും വേണം. ഇതെല്ലാം ഭഗവാൻ അൺലിമിറ്റഡ്ലി, ഒന്നും പ്രതീക്ഷിക്കാതെ എൻഡ്ലെസ് ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇതിനെ എങ്ങനെ വേണ്ട വിധം അതിന്റെ പ്രോപ്പർ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. അതിനെ വേണ്ട വിധം സേവിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കി എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കലി പ്രസന്റ് ആണ്. അപ്പൊ നമ്മളുടെ ഈ പറഞ്ഞ ഒരു ഈ ഒരു ശ്ലോകത്തിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം അല്ലെങ്കിൽ പരിത്യാഗം എന്നതിനെ കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പരിത്യാഗ ജീവിത മാർഗം സ്വീകരിച്ചവരും ഭഗവത് സന്ദേശ പ്രചാരണത്തിന് സ്വജീവിതം സമർപ്പിച്ചവരും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് അതീന്ദ്ര വിജ്ഞാനത്തിൽ ഗൃഹസ്ഥാശ്രമിയെ പ്രബുദ്ധരാക്കുക എന്നൊഴികെ ഗൃഹസ്ഥാശ്രമിയുടെ രക്ഷാധികാരം അവർക്കില്ല എന്ന് നിശ്ചയമായി മനസ്സിലാക്കണം. അതായത് നമ്മളെ അവർ ഉത്തേജിപ്പിക്കാനും ഇല്ലെങ്കിൽ എന്തിനാണ് ഉണർത്തിക്കൊണ്ടുവരാനുമാണ് ഓരോ ഭക്തന്മാരും എപ്പോഴും പലപ്പോഴും ശ്രമിക്കുന്നത്. അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരു ഭക്തനെ വീട്ടിൽ വിളിച്ച് നമ്മള് സേവ ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് നമുക്ക് കൃഷ്ണൻ തരുന്നൊരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതൊരു കാരണം അവരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അവരുടെ സഹവാസം നമ്മളിൽ ഉണ്ടാകുന്ന ഒരുപാട് എന്താ പറയാ കളങ്കങ്ങളെ മാറ്റിക്കളയാൻ സാധിക്കുന്നതാണ്. അതായത് ആ പാട്ടിൽ തന്നെ പറയുന്നു വൈഷ്ണവ ഗോസായ, ഹരിസ്തനെ അപരാധേ താരേ ഹരിനാം ത്വമസ്തനെ അപരാധേ നഹി പരിത്രാൺ എന്ന് പറയുന്നുണ്ട്. അതായത് ഹരിയുടെ പാദങ്ങളിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ നമുക്ക് നാമം കൊണ്ട് ത്വമസ്തനെ അപരാധേ താരേ ഹരിനാം, അങ്ങയുടെ അപരാധം ചെയ്താൽ നമുക്ക് ഹരിനാമം കൊണ്ട് എങ്ങനെയെങ്കിലും ടാലി ചെയ്യാം. പക്ഷെ അങ്ങയുടെ ഭക്തന്റെ പാദത്തിൽ തോമാസ്ഥാനെ ഹരി നാം പരിത്ര ആ സോങ് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല, സോറി. ആ പാട്ടിന്റെ ഉണ്ട്, വൈഷ്ണവ ഠാക്കൂർ എന്നാണ് ആ പാട്ടിൽ പറയുന്ന പോലെ. പക്ഷെ അങ്ങയുടെ ഭക്തന്റെ പാദത്തില് അപരാധം ചെയ്താൽ നഹി പരിത്രാണെന്ന് പറയുന്നത്. നഹി പരിത്രാണ്, ഒരു മാർഗവും ഇല്ല. അതാണ് നമ്മള് ഇദ്ദേഹത്തിന്റെ അംബരീഷ ചരിതത്തിൽ നോക്കിയാൽ അറിയാം. അദ്ദേഹത്തിന് എല്ലാ അപരാധത്തിനും ഈ പറഞ്ഞ പോലെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഭക്തനോട് ചെയ്ത അപരാധത്തിന് മാത്രം അദ്ദേഹത്തിന് ഒരു പ്രതിവിധിയും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഭഗവാന്റെ അടുത്ത് തന്നെ പോയി ചോദിച്ചതിന് ശേഷം പോലും ഇത് നടന്നില്ല. എന്താ, അതിനുള്ള പരിഹാരമായില്ല. അവസാനം ഭക്തന്റെ കാൽപാദങ്ങളെ തന്നെ വീണ്ടും ശരണം പ്രാപിക്കാനായിട്ട് ഭഗവാൻ ഉപദേശിച്ചു എന്നുള്ളതാണ്. അപ്പോ ഭക്തന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഭക്തന്റെ സന്ദേശം ഇല്ലെങ്കിൽ ഭക്തന്റെ സാന്നിധ്യം, മഹനീയത എന്ന് പറയുന്നത് ഒരു സാധാരണ വിഷയമേ അല്ല. ഒരിക്കലും നമ്മൾ ഒരു ഭക്തനെയും തരം കുറച്ച് കാണരുത്. അവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇല്ലെങ്കിൽ അവരെ കുറിച്ച് എനിക്കറിയാം, ഇന്ന് പൂർവ്വ ചിന്തനകൾ ഒന്നും വെക്കരുത്. അവരെന്ത് തന്നെ ആയാലും അവരുടെ ഗുരുവും കൃഷ്ണനുമാണ് അവരെ സംരക്ഷിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതോ അവരെ കുറിച്ച് അവരെ നന്നാക്കാനോ ഇവരെ നന്നാക്കാനോ ഒന്നും ആരും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾക്ക് ആകെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മളെ നന്നാക്കുക. നമ്മളെ നന്നാക്കുന്നതിന്റെ
ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ. അത് നമ്മൾ എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളും ബാക്കിയുള്ളവരുടെ ഉദ്ധരണിയും ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. നമ്മൾ നമ്മളെ ഉദ്ധരിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ ഒതുങ്ങി എന്നുള്ളതാണ്. ഈ നമ്മളെ ഉദ്ധരിക്കുന്നതിൽ ഇല്ലെങ്കിൽ നമ്മളെ പരിശുദ്ധമാക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഈ കൃഷ്ണാബോധത്തിന്റെ അടിസ്ഥാനം എന്ന് തന്നെ പറയുന്നത് തിരുനാമ ജപം, ചാൻഡിങ് ഓഫ് ദ ഹോളി നെയിം എന്നാണ് പറയുന്നത്. പ്രഭുപാദ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ചാൻഡിങ് ഓഫ് ദ ഹോളി നെയിം. ഈ ഹോളി നെയിമിനെയാണ് നമ്മൾ കൂടുതൽ മുറുകെ പിടിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടെമ്പറേച്ചർ, നമുക്കൊരു അസുഖമുണ്ട്, നമ്മളെ അസുഖം നമ്മളെ ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വയ്യായിക വന്നു എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഡോക്ടർ നമ്മളോട് ചെയ്യുന്ന ഒരു തെർമോമീറ്റർ എടുത്തിട്ട് തരും. എന്നിട്ട് നമ്മളുടെ ശരീരത്തിന്റെ ഊഷ്മളം ഒന്ന് അളന്ന് നോക്കും, എത്രയുണ്ട്, അത് പതിവിൽ നിന്ന് കൂടുതലാണോ, ഇത്ര ഡിഗ്രി വരെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ആരോഗ്യനില തൃപ്തികരമാണോ അല്ലയോ. അതുപോലെ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഉദ്ഗതി അല്ലെങ്കിൽ സദ്ഗതി നമ്മൾ പരിശോധിക്കാനുള്ള നമ്മളുടെ കയ്യിലുള്ള മീറ്റർ എന്ന് പറയുന്നത് ഹരിനാമ ജപമാണ്. ഈ ഹരിനാമ ജപം നമ്മൾ എത്രത്തോളം പരിശുദ്ധമായിട്ട്, എത്രത്തോളം ശ്രദ്ധയോടെ, എത്രത്തോളം ഭക്തിയോടെ, എത്രത്തോളം സമർപ്പണത്തോടെ നമ്മൾ നാമത്തിൽ രുചി കണ്ടെത്തുന്നുവോ അത്രത്തോളം നമ്മളുടെ ആധ്യാത്മികം സുരക്ഷിതമാണ് എന്നാണ് ഹിസ് ഗ്രേസ് രാധേശ്യാം പ്രഭു ഇപ്പൊ ജബ ടോക്കിൽ പറയുന്ന ഒരു ലെക്ചറിൽ കേട്ട പോയിന്റ്സ് ആണ് ഇതെല്ലാം. അപ്പോ നമ്മൾ ദയവായിട്ട് നമ്മളുടെ ഏറ്റവും സ്പിരിച്വൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ തിരുനാമ ജപമാണ്. അപ്പൊ ശീല പ്രഭുപാദർ അതിനകത്ത് ഒരു ഡിവോട്ടി ശീല പ്രഭുപാദരോട് ചോദിച്ചു, വിശേഷാൽ ദിവസം നമ്മളെ എത്ര ജപിക്കണം? ശീല പ്രഭുപാദർ അദ്ദേഹത്തിനോട് പറഞ്ഞു വെച്ചാല് ജപമാലക്കകത്ത് കൈ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുകയും ചെയ്യരുത് അന്നേ ദിവസം. അത്രത്തോളം ശ്രദ്ധയോടെ, ഇല്ലെങ്കിൽ അത്രത്തോളം സമയം നാമത്തിൽ മുഴുകുക. കാരണം ഈ നാമജപത്തിന് മാത്രമേ നമ്മളുടെ അവബോധത്തെ ശുദ്ധീകരിക്കാൻ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഭക്തന്മാരുടെ ഉപദേശവും ഭക്തസംഘവും. പക്ഷേ ഭക്തസംഘത്തിന്റെ കൂടെ തന്നെ ഈ നാമജപവും വേണം. കാരണം നമ്മളെ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ ഉദ്ധരേത് ആത്മാനാം അവസാദേ എന്ന് പറഞ്ഞ ആ ശ്ലോകം നമ്മൾ തന്നെ നമ്മളെ ഉദ്ധരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ തിരുനാമജപം. അപ്പൊ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഇല്ലായ്മകളെയും കളങ്കങ്ങളെയും മാറ്റിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് സ്വയം ആ പറഞ്ഞ മഹാമന്ത്ര ജപം തുടങ്ങുക. ആ മഹാമന്ത്ര ജപം തുടങ്ങുമ്പോൾ മാത്രമേ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ കൽമശങ്ങളും മാറി മാറി ഗ്രാജുവലി, ഒരു ദിവസം കൊണ്ട് മാറും എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഗുണവും ഉണ്ടാകും. ഇപ്പൊ ഒരു ഡോക്ടർ ഒരു മെഡിസിൻ കുറിച്ച് തരുന്നു നമുക്ക്, അതിനെ നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടെയും ടൈമിങ്ങിലും ആ പറഞ്ഞ നിർദ്ദേശപ്രകാരം സേവിക്കുന്നു അത്രത്തോളം അത്ര പെട്ടെന്ന് നമുക്ക് രോഗം നമ്മളെ വിട്ടുമാറും. എന്ന് പറഞ്ഞ പോലെ ഹരിനാമം നമ്മളെ കയ്യിൽ ഭഗവാൻ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ആചാര്യന്മാർ അതിനെ കൂടുതൽ ഭംഗിയാക്കി നമുക്ക് ചിട്ടാവിധികളോട് കൂടി നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അതിനെ നമ്മൾ എത്ര ശ്രദ്ധയോടെ, എത്ര ശുഷ്കാന്തിയോടെ ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് ഗുണമുണ്ടാവും. അത് നമ്മളെ കോൺഷ്യസിനെ ബാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ കൃഷ്ണ കോൺഷ്യസ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ്. ഈ കൃഷ്ണ അവബോധമാണ്. ഈ ബോധത്തിനകത്താണ് ഇത് വരുന്നത്. കോൺഷ്യസിലാണ് നമുക്ക് ചേഞ്ച് വരേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് വേ കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തേവ ഗതിരന്യത. അപ്പൊ കലിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു മാർഗം എന്ന് പറയുന്നത് ഹരിനാമ ജപം തന്നെയാണ്. ഇന്നലെ മെനിഞ്ഞാന്ന് ശീല ഹരിദാസ് ഠാക്കൂറിന്റെ തിരോഭാവ ദിവസമായിരുന്നു. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, ഒത്തു കാണുമെന്ന് അറിയില്ല. ശീല നാമാചാര്യ എന്നാണ് അദ്ദേഹത്തിനെ ചൈതന്യ മഹാപ്രഭു അഭിസംബോധന ചെയ്തത്. നാമത്തിന്റെ ആചാര്യനാണ് ശീല ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹം ജന്മം കൊണ്ട് അദ്ദേഹം ഒരു മുസൽമാനായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഹരിനാമത്തിൽ രുചി കാണുകയും അതിൽ തന്നെ കൂടുതൽ മുഴുകുകയും ചെയ്തതിലൂടെ മഹാപ്രഭുവിന്റെ അനുയായിയായി മാറുകയും മഹാപ്രഭു അദ്ദേഹത്തിനെ ഹരിദാസ് ഠാക്കൂർ എന്ന നാമധേയത്തിൽ ഹരിനാമധേയം കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിനെ നാമാചാര്യ എന്ന് ഉയർത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദിനചരി 24 മണിക്കൂറിൽ ഏതാണ്ട് 22 മണിക്കൂറോളം കൂടുതൽ നാമദേവത്തിനാണ് മുഴുകിയിരുന്നത്. അതായത് 3 ലക്ഷം തവണ ഹരിയുടെ തിരുനാമം ജപിക്കുമെന്നുള്ളതാണ് പറയുന്നത്.
3 ലക്ഷം തവണ. അപ്പോ നമ്മള് അതിൽ ഏറ്റവും ഇപ്പോഴത്തെ നമുക്കുള്ള ഏറ്റവും വലിയ ചലഞ്ച് അദ്ദേഹം ഫുൾ ടൈം ആയിരുന്നു എന്ന് പറയും, ശരിയാണ്. പക്ഷെ നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഞാൻ ചെയ്താലേ, ഇതെല്ലാം എന്റെ ഡ്യൂട്ടി ആണ് എന്ന് സ്വയമേ നമ്മള് ധരിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങൾ നമ്മളെ വേട്ടയാടുന്നു. നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിനെല്ലാം പ്രയോറിറ്റി കൊടുക്കുന്നത് കാരണം നമ്മൾ ഇതിന് പ്രയോറിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ അദ്ദേഹം ആ ക്ലാസ്സിൽ ലെക്ചറിൽ പറയും, ഇന്നേ ദിവസത്തിൽ ഇന്ന് കലിയുഗത്ത് ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയിൽ 16 മാല തന്നെ തീർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കൊണ്ട് ഓടിച്ചു എത്തിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ലെവലിലാണ് പലപ്പോഴും നമ്മളുടെ നാമജപം പോയി നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഏറ്റവും പത്തറ്റിക് ആയ ശോചനീയ അവസ്ഥയാണ് കാണിക്കുന്നതെന്ന് പറയാം. അതായത് നാമജപത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാതെയും നാമജപത്തിന് ശ്രദ്ധ കൊടുക്കാതെയും ചെയ്യുന്നത്. ശില പ്രഭുപാദർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനല്ല അഭിരാം പ്രഭുവിന് എഴുതിയ ലെറ്ററിൽ പറയുന്നുണ്ട് 16 ഗുഡ് റൗണ്ട്സിനെ കുറിച്ച്. 16 ഗുഡ് റൗണ്ട്സ് എന്നാണ് പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. 16 റൗണ്ട്സ് എന്ന് പ്രഭുപാദർ പറയാറില്ല, 16 ഗുഡ് റൗണ്ട്സിനെ പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഈ പറഞ്ഞ അവബോധത്തെ കൂടുതൽ പവിത്രീകരിച്ചുകൊണ്ട് കൂടുതൽ കൃഷ്ണ സേവനത്തിൽ ഏർപ്പെടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ നാമജപത്തെ കൂടുതൽ ശ്രദ്ധയോടെ അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതില് നാമരുചി ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. അപ്പൊ നാമരുചി ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിന് ശ്രദ്ധയോടെ നിത്യം പാരായണം ചെയ്യണം. നമ്മളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, അവസരമാണ് ഈ തിരുനാമജപം ഡെയിലി നമ്മളുടെ മുന്നിൽ തുറന്നിരിപ്പുണ്ട്. നമ്മൾ പലപ്പോഴും ആലോചിക്കും, എനിക്കൊരു വഴിയും ഇല്ല, എനിക്കൊരു ഹെൽപ്പും ഇല്ല, ഐ ആം ടോട്ടലി ഫെഡ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചില സമയങ്ങളിൽ നമ്മളുടെ മനസ്സ് നമ്മളെ ഇങ്ങനെ വേട്ടയാടും. ആ സമയം നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. ദയവായിട്ട് ശാന്തമായിട്ട് ആ ജപമാല എടുക്കുക, എവിടെയെങ്കിലും ഒരു സ്ഥലത്തോട്ട് മാറി ഒതുങ്ങിയിരുന്നു കൊണ്ട് ഭഗവാന്റെ പിക്ചർ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാം, ഭഗവാന്റെ പിക്ചറെ നോക്കി തിരുനാമജപം. അതായത് പ്രഭുപാദർ ചൈതന്യചരിതാമൃതത്തിൽ ഒരിടത്ത് കോട്ട് ചെയ്തിട്ടുള്ളതായിട്ട് രാധേശ്യാം പ്രഭു പറഞ്ഞതെന്ന് വെച്ചാല്, ഹരിദാസ് ഠാക്കൂർ നാമം ജപിച്ചത് കൃഷ്ണന് സന്തോഷം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ്. ഹരിനാമജപം ജപിക്കുമ്പോൾ ഹരിദാസ് ഠാക്കൂർ അദ്ദേഹം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഭഗവാന് സന്തോഷം ഉണ്ടാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നാമം ജപിക്കുന്നത് ആർക്ക് സന്തോഷം ഉണ്ടാകും? നമുക്കും സന്തോഷം കിട്ടുന്നില്ല പലപ്പോഴും. ഇപ്പൊ കൃഷ്ണന് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നും അറിയാൻ പറ്റുന്നില്ല. കൃഷ്ണൻ സന്തോഷപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആ സന്തോഷം നമ്മളിലും പകരും എന്നുള്ളത്. അപ്പൊ നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നാമജപം കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാവണം, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ റൗണ്ട് തീർക്കാൻ വേണ്ടിയിട്ടാവരുത്. ഒരിക്കലും ആ ഒരു വില കുറച്ച് അതിനെ കാണരുത് എന്നുള്ളത്. നമ്മളുടെ എല്ലാ പ്രൈം ഡ്യൂട്ടീസും, ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം, ഇതെല്ലാം നല്ലത് തന്നെയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രയോറിറ്റി ആയിട്ട് നമ്മളുടെ ദിവസത്തിന്റെ ഏറ്റവും മുഖ്യ പങ്ക് ഈ പറഞ്ഞ തിരുനാമജപത്തിന് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ ഉൾപ്പെടെ എനിക്കും തരുന്ന ഉപദേശമാണ് അതിൽ കേട്ടത്. അത് ഞാൻ ദയവായി എല്ലാവരോടും പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ആ നാമജപത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ അതിന്റെ കൂടെ ഒരു കോട്ട് ഞാൻ ഹിസ് ഹോളിനെസ് രാധാനാഥ് സ്വാമി മഹാരാജ് ഒരു കോട്ട് പറയും. അപ്പൊ അതും കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ. അദ്ദേഹം പറഞ്ഞൊരു കോട്ടാണ്, മൈൻഡ് ഈസ് വൺസ് ബിഗ്ഗസ്റ്റ് എനിമി വെൻ അൺകൺട്രോൾഡ്. മനസ്സ് ആ നിയന്ത്രണമാണ് എങ്കിൽ ഏറ്റവും വലിയ ശത്രുവാണ്, നിയന്ത്രണത്തിലല്ല എങ്കിൽ ഏറ്റവും വലിയ ശത്രുവാണ്. ബട്ട് മെജോറിറ്റി ഓഫ് പീപ്പിൾ, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുട്ട് ഫുൾ ഫെയ്ത്ത് ഓൺ ദിസ് ദെയർ എനിമി. അവരുടെ മനസ്സിനെ അവരുടെ പൂർണ്ണ വിശ്വാസവും അവരുടെ ശത്രുവിലാണ് അർപ്പിക്കുന്നത്. എന്തിലാ? മനസ്സിലാണ്, അൺകൺട്രോൾഡ് മൈൻഡിലാണ് അർപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഈ പറഞ്ഞ പോലെ മനോനിയന്ത്രണത്തിന് ഏറ്റവും ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് തിരുനാമജപം തന്നെയാണ്. അതിലെ ഏറ്റവും ഉത്തമ ആ മനോനിയന്ത്രണം സാധിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഹരിദാസ് ഠാക്കൂറിനെ മായാദേവി സ്വാധീനിക്കാൻ ശ്രമിച്ചു 3 ദിവസം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദയവായി ഇരുന്നാലും എന്റെ നാമജപത്തിന്റെ നിശ്ചിത സംഖ്യ തീർന്നതും ഞാൻ വരാം. അങ്ങനെ 3 ദിവസം അദ്ദേഹം ഈ പറഞ്ഞ മായാദേവി ഹരിദാസ് ഠാക്കൂറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും തിരുനാമജപം ശ്രവിക്കുകയും ചെയ്തു ഒരു ശുദ്ധ ഭക്തനിൽ നിന്ന്. അതിലെന്ത് സംഭവിച്ചു? 3ാമത്തെ ദിവസം അവർക്ക് മനം മാറ്റം വരികയും അവർ ഈ പറഞ്ഞ ഹരിനാമം ജപിക്കുകയും ഹരിയുടെ ഒരു ഭക്തയായി മാറുകയും അതിനുശേഷം അവരവരുടെ വേഷവിധാനങ്ങളെല്ലാം മാറ്റി ആ നാട്ടിലെ ഏറ്റവും വലിയ ഭക്തയായി മാറി എന്നാണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്.
അപ്പൊ ഹരിയുടെ നാമത്തിന് അത്രയും ശ്രദ്ധയും അത്രയും ഇമ്പോർട്ടൻസും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് ഒരിക്കലും നമ്മൾ അതിനെ കുറച്ച് കാണരുത്. നമ്മൾ ഇതെല്ലാം പഴയ കഥയാണ്, ഇല്ലെങ്കിൽ ബാക്കിലാണ്, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എന്നുള്ള ഒരു അവിശ്വാസമേ നമുക്കുള്ളിൽ വേണ്ട. ഇന്നും ഞാൻ അദ്ദേഹം രാധേശ്യാം പ്രഭു പറഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്, ഇന്നും ഇസ്കോണിനകത്തും ഈ പറഞ്ഞ വൃന്ദാവനത്തും ഒക്കെ ദിവസവും 3 ലക്ഷം നാമം ജപിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ്. ഒരു പ്രഭുവിന്റെ പേര് ആനന്ദകൃഷ്ണ പ്രഭു ആൻഡ് കൃഷ്ണാനന്ദ പ്രഭു എന്നൊക്കെ പറയാം. അതായത് 3 ലക്ഷം നാമം ജപിക്കുന്നു, പിന്നെ 2 ലക്ഷം നാമം ജപിക്കുന്നവരുണ്ട്, 1 ലക്ഷം നാമം ജപിക്കുന്നവരുണ്ട്. 1 ലക്ഷം നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ 64 മാല ജപിക്കുക എന്നാണ് അതിനർത്ഥം. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മെസ്സേജ്, നമുക്ക് എപ്പോഴെങ്കിലും തിരുനാമത്തിൽ ഒരു രുചിക്കുറവോ ഒരു അശ്രദ്ധയോ ഒക്കെ വരുമ്പോൾ ഇത് ഓർക്കുക, അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് നമ്മളുടെ ജപത്തിനെ കൂടുതൽ ശക്തിമത്താക്കണം എന്നാണ്. അപ്പോ ഒരു ഭക്തന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരിത്യാഗ സന്യാസ ജീവിതം. നമുക്ക് വൈരാഗ്യം വരണമെങ്കിൽ ഈ ക്ലാസ്സിൽ പറയുന്നത് ലൗകിക സമ്പത്തിന്റെ പശുവിൽ പ്രലോഭിതനായി സാംസ്കാരിക വ്യക്തികളുടെ പാദസേവകനായി തീരരുത്. ഒരു സന്യാസി ഒരിക്കലും ഒരാളുടെ സ്വാധീനത്തിൽ പെടരുത് എന്നാണ് പറയുന്നത്. അതായത് കുറെ ലക്ഷറീസിനകത്ത് അല്ലെങ്കിൽ കുറെ ഭോഗൈശ്വര്യങ്ങളിൽ ആസക്തനായി മാറരുത് എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം ശിവദേവസ്വാമി. 1/2 മണിക്കൂർ മാത്രമേ അദ്ദേഹം ഒരു ഭവനത്തിൽ നിൽക്കുള്ളൂ, ഒരു പശുവിനെ കറക്കുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ. നമ്മളും അനാവശ്യമായിട്ട് ഒരിടത്ത് പോലും സമയം കളയരുത് എന്നാണ്. ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എന്താണ്? നമുക്ക് കൃഷ്ണഭക്തിക്ക് നമ്മളുടെ ഭക്തിയെ സഹായിക്കുന്ന എവിടെയും നമുക്ക് നിൽക്കാം. അതല്ലാത്ത ഇടത്ത് അധികം സമയം സ്പെൻഡ് ചെയ്യരുത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം മീഡിയ, ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഒരുപാട് സമയങ്ങൾ അവരെന്നും റിജക്ട് ചെയ്യണമെന്നല്ല ഇവിടെ പറയുന്നത്. നമുക്ക് അവരെ മിനിമൈസ് ചെയ്യുക എന്നവരെ, നമ്മൾ അവരെ ചുരുക്കുക. കാരണം നമ്മൾ അനാവശ്യമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മളല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ നമുക്കുള്ളിൽ ഒരുപാട് പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതൊന്നും അല്ല. നമ്മളുടെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഭക്തി തന്നെയാണ്. അപ്പൊ അതിന് ഉതകുന്ന വിധത്തിൽ വേണം നമ്മളെ ജീവിത ചിട്ടകളെ പെടുത്താൻ. അങ്ങനെ ചെയ്യുമ്പോ അതായത് സന്യാസം ജീവിതം സ്വീകരിച്ച ഒരാൾ ഇപ്രകാരം പ്രവർത്തിക്കുന്ന വിഷപാനം ചെയ്യുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ദോഷകരമാണെന്ന് പറയുന്നു. എന്ത് ചെയ്യുന്നു? അതായത് ഈ പറഞ്ഞ ലക്ഷറീസിൽ മുഴുകി നമ്മളുടെ വിലപ്പെട്ട സമയത്തെ കളയുന്നത്. ഇപ്പൊ സന്യാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ത്യജിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളും ഗൃഹസ്ഥ സന്യാസി എന്ന് മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സിൽ ഒരുപാട് പേര് ഗൃഹസ്ഥ സന്യാസീസ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്കും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. നമ്മളും അതാണ്. നമ്മളെല്ലാവരും ഗൃഹസ്ഥന്മാരാണ്. നമുക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് എടുക്കേണ്ട മെസ്സേജ് എന്തായിരുന്നു? അനാവശ്യമായിട്ട് സമയം നമ്മൾ കളയരുത്. നമ്മളുടെ ജീവിതത്തിന് വിലയേറിയ ഈ സമയത്തിന് നമ്മൾ മാക്സിമം ഭക്തിയും ഭക്തിപരമായ സേവനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ ചിട്ടപ്പെടുത്തുക. ബാക്കിയുള്ള കാര്യങ്ങളെ റിജക്ട് ചെയ്യേണ്ട, അതിനെ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളത് പറയാം. കുറച്ച് നാൾ കഴിയുമ്പോൾ താനേ അത് നമ്മളെ ഇന്ന് വിട്ടുപോകും. നമ്മൾ കൂടുതൽ സമയം ഇതിൽ എൻഗേജ് ആവും. ഇപ്പൊ രാധാനാഥസ്വാമി പറഞ്ഞത് നമ്മളുടെ എനിമി എന്ന് പറയുന്ന ആരാണ്? മൈൻഡാണ്, അൺകൺട്രോൾഡ് മൈൻഡ്. അതിൽ നമ്മൾ കൂടുതൽ വിശ്വാസ്യത കൊടുക്കരുത്. മനസ്സാണ് നമ്മളെ എപ്പോഴും കൃഷ്ണൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ? മനസ്സാണ് നമ്മളെ ഏറ്റവും വലിയ ശത്രു. നിയന്ത്രിതമായ കാമേശ ക്രോധേശ രജോഗുണ സമുദ്മഹ മഹാസുനോ മഹാപാപമേ വിദ്യേനമിഹ വേരിണം. ഈ മനസ്സിന്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ കാമം മീൻസ് ആഗ്രഹം, ഡിസയർ, എൻഡ്ലെസ് ഡിസയർ ആണ് നമ്മളെ ഏറ്റവും തളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഗൃഹസ്ഥാശ്രമി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമായിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. നമ്മൾ പക്ഷെ ഗൃഹസ്ഥാശ്രമി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കൂടുതൽ അപ്പുറവിപ്രമായിട്ട് ചിന്തിച്ച് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ജീവിതത്തെ നോക്കാം. കൃഷ്ണൻ നമുക്ക് എന്താണോ നൽകിയിരിക്കുന്നത് അത് ബെസ്റ്റ് ആണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം എല്ലാവരും. അത് എന്ത് തന്നെ ആയാലും നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആയാൽ അങ്ങനെ, ഇങ്ങനെ ആയാൽ അപ്പുറം, അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭക്തിയിൽ ഉയരുമായിരുന്നു, ഇത് കിട്ടിയിരുന്നെങ്കിൽ ജീവിതം മെച്ചപ്പെടും. ഇതെല്ലാം നമ്മളുടെ കർമ്മവും നമ്മളുടെ ഡിസയറും അനുസരിച്ചാണ് ഇതെല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വ്യത്യസ്തമായ ഒരേ ഒരു കാര്യം നമ്മളുടെ ഭക്തി മാത്രം നമ്മളുടെ കയ്യിലുണ്ട്. ബാക്കിയെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. പക്ഷെ ഭക്തി വേണോ വേണ്ടയോ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കാം, അതിലേർപ്പെടാം. ഭക്തി എപ്പോഴാണോ നമ്മൾ ഭക്തിക്കകത്ത് മുഴുകാൻ തുടങ്ങുന്നത്, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എല്ലാ തിങ്സും ചേഞ്ച് ആവും. നമ്മൾ അറിയാതെ ഗ്രഹവും കർമ്മവും കാലവും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ആ ഭക്തിക്ക് വേണ്ടിയിട്ട് വേണം നമ്മളുടെ പ്രയോറിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മളുടെ ബാക്കിയുള്ളതിനൊന്നിനും നമുക്ക് സമയം കിട്ടാതാവും. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ
ഈ പറഞ്ഞ എന്താ പറയാ വൃന്ദാവനത്തിലെ ഗോപികമാരും അവരും എല്ലാം അവരുടെ സമയം മുഴുക്ക അവർ ചെലവഴിച്ച എന്താ കൃഷ്ണന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി ഒന്നിനെ കുറിച്ച് അവർക്ക് ഒരു ബോധമേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെല്ലാം കൃഷ്ണൻ എന്ത് ചെയ്തു? കണക്കിലെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃഷ്ണൻ വേണ്ടവിധം നിർവഹിക്കും. കാരണം അവരുടെ ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. കൃഷ്ണൻ ആരടുത്തും കടക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ കൃഷ്ണൻ, നമ്മൾ ഒരു സേവയാണ് കൃഷ്ണൻ ചെയ്യുന്നതെങ്കിൽ കൃഷ്ണൻ അതിന് 10 റിവാർഡ് വെച്ച് തരും. നമ്മൾ 1 റുപ്പി കൊടുക്കുകയാണെങ്കിൽ കൃഷ്ണൻ, ഞാൻ ഒരു എക്സാമ്പിളിലാണ് പറഞ്ഞത്, 10 രൂപയൊന്നും അല്ല, എൻഡ്ലെസ് ആണ്. കൃഷ്ണൻ എന്ത് തരുന്നു എന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. കൃഷ്ണൻ എന്താ പറ്റ ഏറ്റവും ഫേമസ് ആയ ഒരു ചിത്രം നമ്മളുടെ ഇസ്കോണിലുണ്ട് അല്ലെ, ഒരു എന്താ പറയാ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബ്രജവാസിയുടെ ഫോട്ടോയിൽ കൃഷ്ണൻ നോക്കുകയും കയ്യിൽ പഴങ്ങൾ എടുത്ത് വെച്ചിട്ട് അവരുടെ കൂടെ നിറക്കെ എന്താ പറയാ രത്നം വൈഡൂര്യമാകുന്നതെല്ലാം നിറച്ചു കൊടുക്കുന്നതായിട്ട് ഒരു പിക്ചർ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അവര് ആകെ ഒരു പഴത്തിന് എത്ര രൂപ വില കൊടുക്കേണ്ടി വരും? പക്ഷെ അവരുടെ ആ ഒരു ശ്രദ്ധയും ഭക്തിയും ഭഗവാന് കൊടുക്കാനുള്ള താല്പര്യത്തെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന് എൻഡ്ലെസ് ആയ റിവാർഡ് കൊടുത്തത്. അതുപോലെ നമ്മളെ ജീവിതത്തിലും കൃഷ്ണൻ മാത്രമാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ശക്തിയോ ബുദ്ധിയോ ഒന്നും ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പർലി. നമ്മളെ എല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? കൃഷ്ണനാണ്. ആ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കടപ്പാടോട് കൂടി അദ്ദേഹത്തിനെ കൂടുതൽ നമ്മളെ സേവിക്കാനായിട്ട് തയ്യാറായാൽ മാത്രം മതി നമ്മളുടെ ജീവിതം സുനിശ്ചിതമായിട്ടും കൃഷ്ണഭക്തിയിൽ ഏറ്റവും അത്യുന്നതമായ കൃഷ്ണപ്രേമത്തിലേക്ക് എത്തുമെന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പൊ നമുക്ക് ആചാര്യന്മാരുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധ നാമത്തിലേക്ക് കൂടുതൽ ഉയരാൻ നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ശില പ്രഭുപാദ് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറയാം, ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് ശകല സമയം തരണം, കാരണം വയസ്സൊക്കെ വളരെ സ്ലോ അല്ലേ. ഞാനൊരു ബാല്യലീല, ഭഗവാന്റെ ബാല്യലീലയോട് കഥ പറയാം. അതായത് ബ്രഹ്മാവ് ഇങ്ങനെ ബ്രഹ്മലോകത്ത് നിൽക്കുമ്പോൾ ഭഗവാനും ഗോപന്മാരുമായിട്ട് കളിക്കുന്ന കാണുമ്പോൾ ബ്രഹ്മാവിനൊരു സംശയം. അതായത് ഈ ഗോപബാലന്മാര് വായിൽ വെക്കുന്നത് ഭഗവാൻ വാങ്ങിച്ച് കഴിക്കുന്നു, ഭഗവാൻ ചവച്ചത് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ ബ്രഹ്മാവിനൊരു സംശയം, ഇത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട ആള് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടാണ് ഈ പശുക്കിടാ കഥ അറിയാമല്ലോ എല്ലാവർക്കും. ഈ പശുക്കിടാങ്ങളെ എല്ലാത്തിനെയും അങ്ങ് കൊണ്ടുപോകും. പശുക്കിടാങ്ങളെ കൊണ്ടുപോയിട്ട് ഗോപന്മാരും എന്ന് പറയും നമ്മുടെ പശുക്കിടാങ്ങളെ കാണുന്നില്ല എന്ന് പറയും. അപ്പം ഭഗവാൻ പറയും നിങ്ങൾ കഴിക്ക്, ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്ന് പറയും. അപ്പൊ നോക്കുമ്പോ അവിടെ ഇല്ല. തിരിച്ചു വരുമ്പോ ഗോപബാലന്മാരും ഇല്ല. ബ്രഹ്മാവ് പരീക്ഷിക്കാൻ വേണ്ടി, ഭഗവാൻ തന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഭഗവാൻ ഇത് മനസ്സിലാകും. ഭഗവാൻ ശരി. അപ്പൊ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഇവരെല്ലാം ആവിർഭവിക്കുന്നുണ്ട്, ഈ ഗോപന്മാരും പശുക്കളും എല്ലാം, അതറിയാലോ. അപ്പൊ ബ്രഹ്മാവ് ഈ കൊണ്ടുപോയിട്ട് നല്ല രസമുള്ള ഭാഗമാണത്. ബ്രഹ്മാവ് കൊണ്ടുപോയി സത്യലോകത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോ ഈ പശുക്കിടാങ്ങളും ഗോപബാലന്മാരും എല്ലാം ഭയങ്കര ശല്യം അവിടെ. അപ്പൊ സരസ്വതി ദേവിക്ക് ആകെ ദേഷ്യമാകും. ഇതൊക്കെ ഈ പശുക്കിടാങ്ങളെ കൊണ്ട്, പശുക്കിടാങ്ങളെല്ലാം പശുവും പശുക്കിടാങ്ങളെല്ലാം അവിടെ എല്ലാം ചാണകം മൂത്രം ഒക്കെ ഒഴിച്ചു കഴിഞ്ഞ് നാശാക്കുന്നത്. അപ്പൊ ഈ സരസ്വതി ദേവി പറയും, ഇദ്ദേഹം ഈ പശുക്കളെയും കൊണ്ട് വരുമ്പോ അതിനെ നോക്കാൻ ആളെയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഗോപബാലന്മാരെന്ത് ചെയ്യുമെന്നറിയാം? സരസ്വതി ദേവിയുടെ പട്ടു സാരികൾ അത്രയും എടുത്ത് കൊണ്ടുവന്ന് കീറി കോണകം കൊടുക്കാൻ കൊണ്ട് പോകും. അങ്ങനെ അവിടെ സത്യലോകത്ത് ആകെ പ്രശ്നമാകും. അപ്പൊ ഇത് ബ്രഹ്മാവ് നോക്കുമ്പോ ഇവരെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പശുക്കിടാങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ബ്രഹ്മാവിന് ആകെ പേടിയാവും. അപ്പൊ എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതും ചെയ്തിട്ട് ബ്രഹ്മാവിന്റെ സിംഹാസനത്തില് ഭഗവാൻ വേഷം മാറി വന്നിരിക്കുകയും കൂടെ ചെയ്യും, ബ്രഹ്മാവായിട്ട്. അപ്പൊ ബ്രഹ്മാവ് വരുമ്പോ ദൂരപാലകര് പറയും, ബ്രഹ്മാവ് ഇവിടെ ഉണ്ട്, ഇതേത് ബ്രഹ്മാവ്? അങ്ങനെ ബ്രഹ്മാവിനെ പൊട്ടിച്ചു വിടും. അതോടെ ബ്രഹ്മാവ് ബോധക്ഷയം വന്ന് വീഴും. പിന്നെ അവസാനം ഇദ്ദേഹം വൃന്ദാവനത്തിലേക്ക് വരും. അവിടത്തെ കാറ്റടിച്ചിട്ട് അവിടെ ആ വൃന്ദാവനത്തിലെ അന്തരീക്ഷത്തിൽ വെച്ച് അദ്ദേഹത്തിന് ബോധം തെളിയും, മാറുകയൊക്കെ ചെയ്യും. അപ്പൊ ഭക്തന്മാരെയും ഭഗവാനെ, അതേസമയം ഇന്ദ്രൻ 7 ദിവസം മഴ പെയ്ച്ചിട്ട് ഇന്ദ്രന് ശിക്ഷയില്ല. കാരണം ഭക്തന്മാരും ഭഗവാനും ഒത്തുകൂടി നിൽക്കുകയായിരുന്നു. അപ്പൊ ബ്രഹ്മാവിന് ശിക്ഷ കൊടുക്കാൻ കാരണം ഭക്തന്മാരെയും ഭഗവാനെയും തമ്മിൽ അകറ്റിക്കൂടാ. അതിന് കിട്ടിയ ശിക്ഷയാണ് ബ്രഹ്മാവിന് കിട്ടിയത്. അതേപോലെ ഞാനിപ്പോ ഇന്ന്
ഒരു മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അന്തരീക്ഷം. ഞാനൊരു സംശയം ചോദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഭക്തന്മാരെല്ലാവരും കൂടെ ചേർന്ന് അതിന് നല്ല ഒരു ഒരു ആശ്വാസകരമായ മറുപടി തരണം. അതായത് ഞാനിപ്പോ കൃഷ്ണനെ സ്വീകരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഞാൻ 18 വർഷമായിട്ട് എന്റെ അമ്മയുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു അടുത്ത് നിന്നോ ഞാൻ നോൺ വെജ് വെക്കുന്ന വീട്ടിൽ നിന്ന്, അതെന്റെ ആരായാലും പോലും ഞാൻ ഇതെല്ലാം ചെയ്ത് സാധനകള് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് സാധനങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. 100% ഒന്നും അല്ലെങ്കിലും നന്നായിട്ട് നോക്കുന്ന ഒരാളായിരുന്നു. ഭഗവാന് കണ്ണന് ഞാൻ ഹോം മെയ്ഡ്, അതായത് പപ്പടം പോലും വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കില്ല. അത്രയും ഇതായിട്ടൊക്കെ ചെയ്ത് അതുപോലെ പ്രസാദം കഴിക്കുന്നതും അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ എനിക്കിപ്പോ എന്റെ ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വേറൊരു സാഹചര്യത്തിലേക്ക് മാറി എനിക്ക് പ്രസാദമല്ലാത്തത് കഴിക്കേണ്ടി വന്നു. അതെന്നെ മനസ്സിന് ഞാൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ വരേണ്ട ആവശ്യം എന്താണെന്ന് ഒരു ചിന്ത എന്റെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അത് ഭഗവാന് വേണ്ടി ചെയ്തിരുന്നത്, അത് സാധനങ്ങൾ നന്നായിട്ട് നോക്കണമെന്നുള്ളതാണല്ലോ നമുക്ക് കിട്ടുന്ന എല്ലാ അഡ്വൈസും. എല്ലാ സീനിയേഴ്സും നമ്മളോട് പറയുന്ന അതാണ്. അത് അങ്ങനെ ചെയ്തത് തെറ്റുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന് നല്ലൊരു മറുപടി എല്ലാവരും കൂടെ ചേർന്ന് തരണം എനിക്ക്. ഹരേ കൃഷ്ണ, ഹരിബോൾ. 11 അധ്യായത്തില് അദ്ദേഹം ബ്രാഹ്മണൻ പ്രാർത്ഥിച്ച കണക്ക് എന്റെ കർമ്മഫലമാണ്, എന്തോ എവിടെയോ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. കാരണം ഞാൻ ഏതെങ്കിലും രൂപഗോസ്വാമി ഏതോ ഭക്തനെ വേദനിപ്പിച്ചിട്ട് രൂപഗോസ്വാമി അഡ്വൈസ് ചെയ്യുന്ന ഒരു കഥയുണ്ടല്ലോ, അതൊക്കെ ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് പറയാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ നീ ഏതെങ്കിലും ഭക്തന്മാരെ വേദനിപ്പിച്ചോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ നിന്ന് വേഗം ഭഗവാൻ അങ്ങ് മാറിയിരിക്കുന്നു, എനിക്ക് ഭക്തിയിൽ നിന്ന് ഞാൻ വീഴ്ച വന്നതുപോലെ തോന്നുന്നു. എന്താണെന്ന് ചോദിക്കാൻ പറയുന്നത്, നീ ഏതെങ്കിലും ഭക്തന്മാരെ വേദനിപ്പിച്ചോ? അതുപോലെ ഞാൻ ഏതെങ്കിലും ഭക്തന്മാരെ വേദനിപ്പിച്ചോ? എന്തോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു 3-4 ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസാദം അല്ലാത്തത്, അതായത് ഞാൻ കണ്ണനെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശപ്പ് വന്നാൽ പോലും ഞാൻ ഭഗവാന് കൊടുക്കാതെ കഴിക്കില്ല, അങ്ങനെ ഒരാളായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് എനിക്ക് വന്നു? എന്തെങ്കിലും എന്റെ തെറ്റാണോ, വീഴ്ചയാണോ? ഹരേ കൃഷ്ണ, ഹരിബോൾ. ഭക്തന്മാരെല്ലാവർക്കും എനിക്ക് ഒരു ആശ്വാസമാകുന്ന മറുപടി തരാം. ഹരേ കൃഷ്ണ, ഹരിബോൾ. ഹരേ കൃഷ്ണ. ആരെങ്കിലും പ്രഭു മാതാജി ഇതിന് ഇതിനൊരു നിർദ്ദേശം നൽകാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും സംസാരിക്കുന്നോ പ്രഭു? ഇല്ല, ബാക്കിയുള്ളവര് മ്യൂട്ടാണ് പ്രഭു പറഞ്ഞാലും. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത് പ്രണാം മാതാജി. ഹരേ കൃഷ്ണ, പ്രണാം പ്രഭു. ദണ്ഡവത് പ്രണാം. അതായത് ഭഗവാനോട് അടുക്കും തോറും ഭഗവാനും അടുക്കും, ഭഗവാനോട് അകലും തോറും ഭഗവാനും അകലും എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഭഗവാനോട് അടുക്കുമ്പോഴുള്ള നമ്മുടെ സാധനയാണ്. അപ്പൊ ആ സാധനയില് നമുക്കറിയാമല്ലോ, നവവിധ ഭക്തിയിലുള്ള സാധനകള് നമ്മൾ തീർച്ചയായും ഭഗവാനോട് അടുക്കുമ്പോഴേക്കും നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എന്റെ ഊഹം അനുസരിച്ച് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാല്, ഏതെങ്കിലും രീതിയിൽ ഭഗവാനിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വൈഷ്ണവാപരാധം അല്ലെങ്കിൽ നാമാപരാധം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മാതാജിയുടെ ഓർമ്മയിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വൈഷ്ണവർക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം മാതാജിയുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരോട് വിഷ്ണുഭാവന നടത്തണം. ഒന്നാമത്. അത് അങ്ങനെ ഓർമ്മയില്ല, അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനോട് ആത്മസമർപ്പണം ചെയ്യുന്ന രീതിയിൽ, ഇപ്പം അറിഞ്ഞോ അറിയാതോ എൻ്റെ ഭാഗത്തു നിന്ന് വൈഷ്ണവാപരാധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം, മനസ്സുരുകി പ്രാർത്ഥിക്കണം. ഒന്ന്. രണ്ടാമത്, നാമാപരാധം ഏതെങ്കിലും രീതിയിൽ മാതാജിയുടെ ഭാഗത്ത് നിന്ന് നാമാപരാധം ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിന് പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ ഭഗവാന്റെ നാമം ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് തന്നെ 16 റൗണ്ട് ചെല്ലാനായിട്ട് ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് തന്നെ 16 റൗണ്ട് ചെല്ലാനായിട്ട് ശ്രമിക്കുക. ഈ 2 പ്രായശ്ചിത്തങ്ങളും ആദ്യം
ശ്രമിച്ചു നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ സംബന്ധിച്ചോളം എല്ലാ ഭക്തരോടും ഭഗവാൻ കൃപാലുവാണ്. എങ്കിൽ തന്നെയും മായാദേവിയുടെ ഡ്യൂട്ടിയാണ് സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളത്. സ്ക്രീൻ ചെയ്തിട്ട് മാത്രമേ ഭഗവാനിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ മാതാജി ഈ കാര്യത്തെ എടുക്കണം. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഭക്തിയുടെ ടെസ്റ്റിംഗ് ആണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഇത് തരണം ചെയ്യാൻ നോക്കണം. ഇവിടെ പ്രസാദം കഴിക്കുന്നു അല്ലെങ്കിൽ പ്രസാദമല്ലാത്തത് കഴിക്കുന്നു എന്നുള്ളതല്ല, ഭഗവാന്റെ സ്മരണം എപ്പോഴും മാതാജിയിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ പ്രസാദം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയെ വരെ, പ്രസാദം ഓഫറിങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സംഭവം. കാരണം മാതാജി കുടുംബത്താണെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ മാതാജിക്ക് സുലഭമായിട്ട് ഭഗവാനെ ഓഫർ ചെയ്തിട്ട് കഴിക്കാം. അതല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭഗവാന്റെ ഭോഗമന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ ഒരു പിടി എടുത്തിട്ട് ആ ഭോഗമന്ത്രം ചൊല്ലി മാതാജിക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. നിമിഷ നേരത്തെ കാര്യമുള്ളൂ. ഭോഗമന്ത്രം ചൊല്ലാൻ കൂടി വന്നാൽ ഒരു മിനിറ്റ് പോലും എടുക്കില്ല. അത് ചൊല്ലിക്കഴിഞ്ഞാലും ആ ഭോഗമന്ത്രത്തിൽ കൂടെ മാതാജിക്ക് കിട്ടുന്നത് പ്രസാദം തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല. ഇപ്പൊ ശീലപ്രഭുപാദിന്റെ ഇത് അനുസരിച്ച് ഒരു ഡിവോട്ടി സൈബീരിയയിൽ പോയി. ആ സൈബീരിയയിൽ ചെന്നിട്ട് അവിടെ വേറെ ഒന്നും കിട്ടാനില്ല, പച്ചക്കറിയൊന്നുമില്ല. കാരണം മഞ്ഞ് വീണ സ്ഥലമല്ലേ, അവിടെ സസ്യങ്ങൾ, പിന്നെ കിട്ടുന്നതെല്ലാം നോൺ വെജും മത്സ്യവുമാണ് കിട്ടുന്നത്. അപ്പൊ അവിടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ, ഒന്നും കഴിക്കാൻ പറ്റാത്ത, അങ്ങ് വളരെ അങ്ങ് ശോഷിച്ചു. പ്രഭുവിന്റെ ആ ആരോഗ്യസ്ഥിതിയെ തന്നെ ബാധിക്കുന്ന കണ്ടീഷനിലേക്ക് സാധന എത്തി. അപ്പോ ശീലപ്രഭുപാദിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ പ്രഭുപാദ് എന്താ പറയുന്നത് അറിയാവോ? യു ആർ ഗോൺ ടു സൈബീരിയ ഫോർ preaching Krishna conscious, not thinking of whatever you are getting for the food. അതായത് നമ്മൾ ഭക്ഷണം എന്നുള്ളതല്ല അവിടുത്തെ പ്രധാനം. നമ്മുടെ ഏറ്റവും മുഖ്യമായ പ്രധാനം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സില്ലി ക്വസ്റ്റ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് ശീലപ്രഭുപാദ് പറഞ്ഞത്. അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും ഗ്രഹിക്കണം. കാരണം നമ്മുടെ ഉദ്ദേശം ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക എന്നുള്ളതാണ് നമ്മൾ മുഖ്യ വിശേഷം. അപ്പൊ അങ്ങനെ ചൊല്ലുന്ന ഒരാളിന് ഭഗവാൻ കൃപാലുവാണ്. പക്ഷെ ഭഗവാന്റെ മായയിൽ നിന്നുള്ള പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ വളരെ വ്യഗ്രതയോടുകൂടി തന്നെ സ്ലിപ്പായി മാറണം. ഇത്രയാണ് എനിക്ക് മാതാവിയോട് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ സന്തോഷം. താങ്ക് യു. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് പ്രഭുജി. ഇവിടെ ഗംഗാജലവും തുളസിയിലയും ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് അത് കൊണ്ടുവന്ന് ഭോഗാമന്ത്രം ചൊല്ലി തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ പ്രഭുജി പറഞ്ഞതുപോലെ ഞാൻ മാലാജപം ഇതുവരെ മുടക്കിയിട്ടില്ല. അസുഖമായി ക്രിട്ടിക്കൽ സ്റ്റേജ്, അതായത് സർജറി സമയത്ത് മാത്രമേ മുടക്കിയിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ ഭാഗവതം വായിക്കാൻ ഒന്നും ആയില്ല, എങ്കിലും വായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ മാല ജപിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷം പ്രഭുജി, ഇത്രയും പറഞ്ഞു തന്നതിന്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു സന്മാജീസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഭു വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ അതിനകത്ത് ലയിച്ചിരുന്നു പോയി. വളരെ വളരെ നല്ല, കാരണം നന്നായിട്ട് മനസ്സിലാകും, ഹൃദയത്തിൽ തട്ടി ഞാനത് കേട്ടു പ്രഭു. എനിക്ക് സന്തോഷമായി. പ്രണാമം പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഹരേ കൃഷ്ണ. വളരെ ക്ലിയറായി കുറെ കാര്യങ്ങള് നമ്മളൊക്കെ ചെയ്യണ കാര്യങ്ങൾ തന്നെയാണെങ്കിലും അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമല്ലോ. പക്ഷെ പ്രഭു അതെല്ലാം പോയിന്റും എടുത്തെടുത്ത് പറഞ്ഞു തന്നു. അസോസിയേഷൻ, ഭക്തന്റെ അസോസിയേഷൻ ഒക്കെ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പിന്നെ മാതാജിയുടെ എനിക്ക് അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ല. എന്നാലും എനിക്കൊരു തോന്നണത് എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾക്ക് ഓർമ്മയില്ലെങ്കിലും ഭഗവാൻ നമ്മളെ ഓർമ്മിക്കുന്നത്. അത് പല ക്ലാസ്സുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മാതാജി അത്രയും വിചാരിച്ചാൽ മതി. ഇത്രയും നാളും ഭഗവാൻ തന്നില്ലേ നമുക്ക് അവസരം, ഇനിയും നമുക്ക് മാതാജിക്ക് അവസരം തന്നിട്ടുണ്ടല്ലോ. മാതാജിക്ക് ഭഗവാനെ അറിയാനും ഒക്കെ ഒന്നൊരു ഓർമ്മക്കുറവും ഇല്ലാണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാതാജി എടുക്കണം. എന്നെ എത്രയോ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രഭു ടെമ്പിളിലാണെങ്കിലും ഒന്ന് ദർശനം തരാവോ? ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. താങ്ക് യു ബ്രോ. നല്ല ക്ലാസ്. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. പ്രഭു, ഇത് ക്ലാസ് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഫീൽ ചെയ്തു. സോറി. നാമത്തിന്റെ ഇമ്പോർട്ടൻസ് എനിക്കൊരു എന്ത് പറയാൻ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയായിരുന്നു. ഞാൻ ഇനിയും കൂടുതലായിട്ട് ക്വാളിറ്റി റൗണ്ട്സിനെ ശ്രമിക്കും പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് പ്രഭു, എന്താ പറ്റിയെന്ന് ക്ലാരിറ്റി ഇല്ലല്ലോ, തെളിച്ചമില്ലല്ലോ അല്ലേ? ദർശനം ക്ലിയർ ആവുന്നില്ലല്ലോ? ഇല്ല ബ്രോ, ഇല്ല ബ്രോ. ബാക്കിലെ ക്യാമറ തുടച്ചു. ക്ലാരിറ്റി എന്തോ ഒരു ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട്. പ്രഭു, ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്. എന്താണ് സ്വിച്ച് ക്യാമറ ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡിം ചെയ്തിട്ടേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാന് ക്ലിയർ ആവുന്നില്ല. പ്രഭുജി കുറച്ചുകൂടെ ഫോക്കസ് പുറന്നോട്ട് മാറി. ഒരു നിമിഷം പ്രഭു, ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി ചെയ്തു. ഒരു സെക്കൻഡ്, സോറി പ്രഭു. ഇപ്പൊ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. യെസ്, ബാക്ക്ഗ്രൗണ്ട്. ഇത് ഏത് ക്ഷേത്രമാണ് പ്രഭു? ഇത് നമ്മളെ കരമനയിലെ ജഗന്നാഥ് സത്സംഗത്തിലെ ക്ഷേത്രം. ഇപ്പൊ കാണുന്നുണ്ടോ മാജി? നന്നായിട്ട് കാണുന്നുണ്ട്. കാണുന്നില്ല പ്രഭു. ഒന്ന് നോക്കിയാ മാജി. ഇപ്പൊ ഇവിടെ എല്ലാരും കാണാൻ പറ്റുന്നുണ്ട് മാജി? ഇപ്പൊ കാണാം. ഹരേ കൃഷ്ണ. ജഗന്നാഥ് ബലദേവ് സുഭദ്രാമതി. കാണാമല്ലോ ഫുൾ ആയിട്ട് ഓൾട്ടർ. ഹരേ കൃഷ്ണ. കാണാം. പ്രഭുപാദന്റെ ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു സെക്കൻഡിന് കാണാം, പിന്നെ അത് വേറെ മാറി പോന്നു. ഒരു സെക്കൻഡ് പോലും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യണം. മറ്റുള്ളവർ സംസാരിക്കുമ്പോ അത് മാറി വരുന്നതാ. ഓ ശരി. ഓക്കെ. ഹരേ കൃഷ്ണ. കാണാവോ? ഇപ്പൊ കാണാം പ്രഭു, ഇപ്പൊ കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പാതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. കോടി वैष्णव की जय। माचार्य हरिदास ठाकुर के जय। शीला प्रभुपाद की जय। श्रील गुरुदेव की जय। हरे कृष्ण. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? हरे कृष्ण.